ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ഉണക്കമുളക്, തക്കാളി, കറിവേപ്പിൻ്റെ ഇല, പിന്നെ വലിയുള്ളി വേണം കേട്ടോ. വലിയുള്ളി ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഉണ്ടാക്കുന്ന നേരത്താണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉണക്കമുളക് വറുത്തെടുക്കട്ടെ. ഞാനിതിൽ 5 മുളക് എടുത്തിട്ടുണ്ട്. 5 മുളകിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് കണ്ടിട്ട് അങ്ങനെ മുളക് വാരിക്കോരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല എരിവുണ്ടായിരുന്നു ചമ്മന്തിക്ക് കേട്ടോ. അപ്പോൾ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതി. 3 അല്ലെങ്കിൽ എരിവ് നല്ല വേണ്ടവർക്കാണെങ്കിൽ ഇത്ര എടുക്കാം കേട്ടോ. അത് നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ മുളക് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളി നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇനി ഉള്ളി, വലിയുള്ളി അങ്ങനത്തെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ, ചോറ് കഴിക്കാനൊക്കെ. അപ്പോൾ ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട്, അത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇനി കിഴങ്ങ് വറുത്തെടുക്കണം. അപ്പോൾ കിഴങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ഇത് അരച്ച് കഴിഞ്ഞിട്ട് എനിക്കിതിൽ തോന്നിയത് ഒരിത്തിരി പുളി ഇടായിരുന്നു എന്നാണ് കേട്ടോ. പുളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചമ്മന്തിക്ക് കുറച്ച് പുളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിത്തിരി പുളിയും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ കിഴങ്ങ് ഏകദേശമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൂടി കോരിയെടുക്കാം. ഇനി നമുക്ക് തക്കാളി, 2 തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ തക്കാളി കൂടെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തക്കാളിക്ക് ബദൽ മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാങ്ങ ചുട്ടെടുത്താൽ മതി, അപ്പോഴും നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നമുക്ക് വേഗം അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരക്കല്ലിൽ അല്ല അരയ്ക്കുന്നത് കേട്ടോ, മിക്സിയിലിട്ടിട്ടാണ്. അപ്പോൾ പിന്നെ കല്ലിൽ അരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതായതുകൊണ്ട് മിക്സിയിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ക്രഷ് ചെയ്താൽ മതി, അധികം ഒന്നും അരയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ തക്കാളി അങ്ങനെ ഇടുന്നതല്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ തൊലി എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇട്ടപ്പോൾ അങ്ങനെ ഇട്ടു എന്നുള്ളൂ. അപ്പോൾ തക്കാളിൻ്റെ തൊലി എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുക്കട്ടോ. കുറച്ച് ഉപ്പും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ചമ്മന്തി അരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇത്തിരി ചോറൊക്കെ എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. എരിവ് ഇത്തിരി കൂടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.